മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. അപ്പോൾ നോക്കാം. ഈ ഹെയർ ഓപ്പൻ്റെ ആണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാര്യം, അതായത് അവരുടെ കുടുംബപരമായ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കുന്ന വ്യക്തിയാണ്. നല്ലൊരു തറവാടിത്തം ഉള്ള ഒരു വ്യക്തിയാണ്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഒരുമിച്ച് വിശ്വാസത്തോടെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ചാരിയറ്റാണ്, പക്ഷെ അത് റിവേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ചില തടസ്സങ്ങൾ ഈ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ ഭയങ്കര തടസ്സങ്ങളാണ്. ഇപ്പോൾ ഒരു കാരണവശാലും അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. തീർത്തും ഇതൊരു നോ കോണ്ടാക്റ്റ് ആണ്. തീർത്തും ഇതൊരു എന്താ പറയുക, ഒരു തരത്തിൽ നിങ്ങളുമായിട്ട് ഒരു സംസാരമോ ഒരു വിളി ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം സ്വപ്നങ്ങൾ നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടൊരു ബന്ധം തന്നെയാണ്, അല്ലെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തി നിങ്ങൾ നെയ്ത് കൂട്ടിയതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, ഫിനാൻഷ്യലി നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യലി നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഫ്രീഡം ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റക്കാണ്. അപ്പം നല്ല രീതിയിലായിരുന്നു ആദ്യമൊക്കെ, ക്യാഷ് ആയാലും ഒത്തിരി വ്യക്തി ബിസിനസ്സിലൊക്കെ നല്ലൊരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു കരിയറിലൊക്കെ നല്ല പോലെ ഫോക്കസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, കരിയറിൻ്റെ കാര്യത്തിലൊക്കെ നല്ലൊരു സ്വപ്നങ്ങളുണ്ടായിരുന്നു, ജീവിത ലക്ഷ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ എല്ലാറ്റിലും ഇപ്പോൾ ഫിനാൻസ് ആയാലും ഈ വ്യക്തിക്ക് ഒരുപാട് സ്റ്റക്കായിട്ടാണ് കിടക്കുന്നത്. ആൾക്കിങ്ങനെ നിങ്ങളിലേക്ക് വരാൻ ഒരു തടസ്സം എന്ന് പറയുന്നത് ഫിനാൻസ് സംബന്ധമായ കാര്യമായിരിക്കും. ആൾ ഒരുപാട് ഇപ്പോൾ ആൾ ബുദ്ധിമുട്ടിലാണുള്ളത്. ആളുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ആളുടെ സിറ്റുവേഷനിൽ ഫിനാൻസ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ പൈസയുടെ സംബന്ധിച്ച് ആളിപ്പോൾ സ്റ്റക്കാണ്. ആളുടെ കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അതാണ് നമുക്ക് ചാരിയറ്റ് കാർഡും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആളിപ്പോൾ നിലവിലെ ആൾ സ്റ്റക്കാണ്. ഒരു തരത്തിലും നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തുടക്കത്തിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ഇത് വന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം ഒരു വിശ്വാസം, ഒരു നല്ലൊരു വ്യക്തി ആയിരുന്നു. ജെന്യൂനായിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ പെരുമാറ്റവും. ജെന്യൂനാണ് കേട്ടോ വ്യക്തി. അപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിലാണ് ആൾ മൊത്തത്തിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് ഒരു തരത്തിലും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. പക്ഷെ ആൾക്ക് എന്തോ ആളെ പിറകോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം, ആളുടെ സിറ്റുവേഷനിൽ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു തരത്തിലും ഇത് കണ്ടോ, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത ഒരു നമ്മുടെ മാസ്റ്റർ ഡെക്ക് ഉണ്ടോ, അതായത് 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആൾ ബ്ലോക്ക് ചെയ്തതാവാം, അല്ലെങ്കിൽ ആൾ സൈലൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം കാർഡിൽ ഇനി എന്താണ് ആളുടെ ഫീലിങ്സും നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതി എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഫീലിങ്സ് നോക്കാം. ആൾക്ക് എത്രത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇത് കണ്ടോ, ലവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ട് നിങ്ങളോട്, ഒത്തിരി ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. എന്ത് സിറ്റുവേഷൻ ഇതാണെങ്കിലും ആൾക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. ആളുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്, നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ, ഒരു മാരേജൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ യാതൊരു സംശയമില്ല. ഇത് എല്ലാവർക്കും കാണാം കേട്ടോ, കപ്പിൾസിന് കാണാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരുണ്ടാവാം. അതുപോലെ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എങ്ങനെ ആയാലും ശരി, ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷനായിട്ടാണ് കാണുന്നത്. ഈ ഒരു സെപ്പറേഷൻ പോലും ഇപ്പോൾ ഡിവൈൻ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിൽ ഇത് വീണ്ടും കണക്റ്റ് ആവുമെന്നും കാണിക്കുന്നുണ്ട് ഇതിൽ. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാര്യം അവർ നിങ്ങളെടുത്ത് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ ആൾക്ക് നിങ്ങളടുത്ത് ഭയങ്കര കുറ്റബോധമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വിശ്വാസത്തോടെ ആൾ നിങ്ങളടുത്ത് നിന്നൊരു വ്യക്തിയാണ്, നല്ലൊരു ജെന്യൂനായിട്ട് നിന്ന വ്യക്തിയാണ്. എന്തോ ഒരു കാര്യം വന്നപ്പോൾ ആൾക്ക് നിങ്ങളടുത്ത് ഭയങ്കര കുറ്റബോധമാണ്. എന്തോ ഒരു കാര്യം നിങ്ങളടുത്ത് നിറവേറ്റാത്തതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ക്ലാരിറ്റി തരാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആൾ എന്തൊക്കെയോ തരത്തിൽ ആൾ നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾ നിങ്ങളെ വിട്ടിട്ട് പോയതുകൊണ്ടായിരിക്കാം. ആൾക്ക് ഭയങ്കര കുറ്റബോധം, നിരാശയൊക്കെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ഇത് തന്നെയാണ്. ആളുടെ മെസ്സേജ് നിങ്ങൾക്ക് വരാം കേട്ടോ. ഒരു സമയത്ത് ആളുടെ മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം വരുന്നത് കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല, പെട്ടെന്നായിരിക്കാം വരുന്നത്. ഈ റീഡിങ് കണ്ട ഉടനെ ആളുടെ മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മനസ്സിൽ ഒത്തിരി വിഷമത്തോടെയാണുള്ളത് ഇപ്പോൾ. ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ ഓർത്തിരിക്കുകയാണ്. സണ്ണാണ് വന്നിരിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ തന്നെ ആൾ മടങ്ങി വരും. എങ്ങനെ ആൾ തിരിച്ചു പോയാലും ആൾ വരും നിങ്ങളടുത്ത് കേട്ടോ. പൂർവാധികം ശക്തിയോടെ തന്നെ വരും. ഇതും ഹെയറോപ്പൻ്റെ കാർഡാണ്. ആൾക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഈ വ്യക്തിക്ക്. ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്നൊരു ബന്ധം തന്നെയാണ്, യാതൊരു സംശയമില്ല കേട്ടോ. ആൾക്ക് ഫീലിങ്സ് ഉണ്ട് ഒത്തിരി. ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആൾക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള എനർജി തന്നെയാണ് ആളുള്ളത് കേട്ടോ, യാതൊരു സംശയമില്ല. നമുക്ക് പിന്നെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതും എയറോ വന്നിരിക്കുന്നത്. അതുപോലെ ആദ്യം കിട്ടിയ കാർഡും നമുക്ക് ഹെയറോപ്പൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ രണ്ട് കാർഡും ഹെയറോപ്പൻ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജെന്യൂനായ വ്യക്തിയാണ്. ഏതോ ഒരു സാഹചര്യമാണ് ആളെ കുഴപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആൾക്ക് അതിൻ്റെ ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ വിടണമെന്നുള്ള ഉദ്ദേശമല്ല ആൾക്ക്. ആളുടെ ഫിനാൻസ് എന്തോ ഒരു സ്റ്റക്കായി കിടക്കുക, എന്തോ ഒരു ട്രാപ്പിനകത്ത് ആൾ പെട്ടുപോയൊരവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യത്താൽ ആൾ പെട്ടെന്ന് സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നതായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ കരിയറിൽ എന്തെങ്കിലും നഷ്ടം വന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും ഫിനാൻസ് സംബന്ധമായ. അതുകൊണ്ടാണ് ആൾക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയാതെ പോയത് കൊണ്ടായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ചതുകൊണ്ടായിരിക്കാം, നിങ്ങളടുത്ത് മോൺ ചെയ്ത് ആൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പം എങ്ങനെയായാലും ശരി, ഈ വ്യക്തിക്ക് അതിൻ്റേതായ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയില്ല. അതിൽ 100% ഉറപ്പ് ഞാൻ തരാം. ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ട് കളയില്ല കേട്ടോ. നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല ഈ വ്യക്തിക്ക്. കാരണം അത്രത്തോളം നിങ്ങളുമായിട്ട് സ്റ്റാർട്ടിങ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് തന്നെ ജീവിതകാലം മൊത്തം ആൾക്ക് നിങ്ങളെ വേണം എന്നുള്ള ഒരു മൈൻഡോട് കൂടിയ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശമല്ല, പക്ഷേ എന്തോ ഒരു സാഹചര്യമാണ് ആളെ പെടുത്തിയത് കേട്ടോ. പക്ഷെ ആൾ വരും. പൂർവാധികം ശക്തിയോടെ തന്നെ ആൾ നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ എന്ത് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം തരാനായിട്ട് ആൾ വരും, നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഈ ഒരു വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. തിരുവനന്തപുരം, മലപ്പുറം, ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ്, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. തൃക്കേട്ട, ലെറ്റർ കെ ആണ് വന്നിരിക്കുന്നത്. ചിത്തിര, അശ്വതി, സെപ്റ്റംബർ, ലെറ്റർ എ ആണ്. ജൂലൈ, ചിത്തിര, ഏപ്രിൽ, സോഷ്യൽ വർക്കർ ആയിരിക്കാം. ഓഗസ്റ്റ്, യെല്ലോ കളർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്